ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പനീറിൻ്റെ റെസിപ്പിയാണ്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പനീർ മസാല. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. ടേസ്റ്റ് ഒരു രക്ഷയില്ല, എല്ലാവർക്കും ഇഷ്ടമാകും. ഉണ്ടാക്കാനും വളരെ ഈസിയാണ്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പനീർ മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അത് നമ്മുടെ പനീർ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയൊന്നും യൂസ് ചെയ്യരുത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും യൂസ് ചെയ്യാം. എണ്ണയൊന്നും ചൂടായിട്ട് വന്നോട്ടെ. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 അല്ലി വെളുത്തുള്ളി. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ്, അതാണ് ഞാൻ 1 എടുക്കുന്നത്. എരിവ് കുറവാണെങ്കിൽ 2 എടുക്കാം. ഇനി നമുക്ക് ഈ സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒന്ന് നന്നായിട്ട് വാടി വരണം. കളറൊന്നും ചേഞ്ച് ആകരുത്, നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതാ നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. കളറൊന്നും ചേഞ്ച് ആയിട്ടില്ല, ഇത്രയും മതി. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത 2 വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം പുളിയില്ലാത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടയണം. അതുവരെ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കണത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയും അതേപോലെ തന്നെ സവാളയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ ചൂട് നന്നായിട്ട് ആറിയ ശേഷം നമുക്ക് മിക്സി ബൗളിലിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കണം. ചൂടോടുകൂടി മിക്സി ബൗളിലിട്ട് അരയ്ക്കരുത്, ചൂടാറിയ ശേഷം അരച്ചെടുക്കുക. അപ്പോൾ അതാ നോക്കി നമ്മുടെ സവാളയുടെയും തക്കാളിയുടെയും ചൂടാറിയപ്പോൾ ഞാൻ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ആ സെയിം പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമ്മുടെ ബട്ടർ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 നുള്ള് ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം എന്ന് പറയുന്നത് ക്യുമിൻ സീഡ്സ് ആണ്, ചെറിയ ജീരകം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 2 ഏലക്ക. ബേ ലീഫ് ഉണ്ടെങ്കിൽ ബേ ലീഫും കൂടെ ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാൻ ചേർക്കണില്ല. നമ്മുടെ സ്പൈസസ് ഒന്ന് മൂക്കണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലൊരു സ്മെല്ല് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തീ ഓഫ് ചെയ്തത്. നല്ല സ്മെല്ലൊക്കെ വരണുണ്ട്, ഞാൻ തീ ഓഫ് ചെയ്തു. ആദ്യം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ തീ കത്തിച്ചു കൊടുത്തു. ലോ ഫ്ലെയിമിൽ വെക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചില്ലേ തക്കാളി, അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ നന്നായിട്ട് പോകണം. ഒരു 5-8 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. മിക്സി ബൗളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള അരപ്പും കൂടെ നമുക്ക് വേസ്റ്റ് ആകാതെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് പോട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അതാ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. പച്ചച്ചവയൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. എണ്ണയൊക്കെ പതുക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കാഷ്യൂ പേസ്റ്റ് ആണ്. ഒരു 10-15 കാഷ്യൂ നട്ട് കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ കുതിർത്ത ശേഷം
നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ആ പേസ്റ്റാണ്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ പേസ്റ്റും കൂടി ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. കാഷ്യൂ നട്ടിൻ്റെ ആ റോ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് മാറണം. കാഷ്യൂ പേസ്റ്റ് ചേർത്തിട്ട് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു 1.25 കപ്പോളം ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതൊരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ സവാള വഴറ്റിയപ്പോൾ മാത്രമേ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഉപ്പ് ആവശ്യം വരും. നമുക്കിത് അടച്ച് വെച്ചിട്ട് തിളപ്പിക്കാം, അല്ലെങ്കിൽ മുകളിലേക്ക് അങ്ങ് പൊട്ടിത്തെറിക്കും. ഈ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കണത്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇങ്ങനെ തിളക്കട്ടെ. ഇടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പം അതാ ഒരു 5 മിനിറ്റോളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 നുള്ള് കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി എന്ന് പറയുമ്പോൾ ഉലുവേല ഉണക്കിയത് ഒന്ന് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കുക. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായ കാരണം അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. നിർബന്ധമില്ല, ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ കറി കൂടുതൽ റിച്ച് ആകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്കൊരു 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ നമ്മൾ കാഷ്യൂ നട്ട് അരച്ച് ചേർത്തില്ലേ, അപ്പോൾ കാഷ്യൂ നട്ടിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി. എൻ്റെ ഇപ്പോൾ ഉള്ളത് കാരണം ഞാൻ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ടേസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു 2 നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പനീർ ചേർത്ത് കൊടുക്കാം. പനീർ ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ ഗ്രേവി കുറച്ച് കൂടുതൽ തിക്കാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുക. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഇത് വേവിക്കാം. ഓവറായിട്ട് വേവിക്കണ്ട. ഇപ്പം അതാരോ 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ പനീർ മസാല റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ മസാല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാകും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.